രാഗേന്ദു, അങ്ങനെയുള്ള സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു പക്ഷേ മൊബൈൽ ഫോൺ ഈ കാലത്ത് അവർ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നു. പക്ഷേ എത്ര കണ്ട് ബുദ്ധിപരമായി അത് ഉപയോഗിക്കണമെന്നൊക്കെ കൃത്യമായി അറിയാതെ പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സൈബർ പ്രശ്നങ്ങളിൽ പോയി വീഴുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണങ്ങൾ തടയാൻ ഒരു സൈബർ വിങ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 കോടി രൂപയാണ് അതിൽ വകയിരുത്തിയിരിക്കുന്നത്. അതിൽ പ്രതീക്ഷയുണ്ടോ? കാരണം ഇതിനു മുമ്പ് നൽകിയ ചില പദ്ധതികൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയും ഒക്കെയുമായി പ്രഖ്യാപിച്ച കോടികൾ പിന്നീട് നമ്മൾ എവിടെ ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ കണക്കില്ലാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ സൈബർ വിങ്ങിൽ മാറ്റിവെച്ചിരിക്കുന്ന 2 കോടി രൂപയൊക്കെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണോ? ഇല്ല, പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത പദ്ധതി തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയും തന്നെ അത് നടപ്പിലാക്കിയെന്ന് നമുക്ക് ഈ കേരളത്തിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ കാണാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണയും എൻഡോസൾഫാൻ ബാധിതർക്ക് 17 കോടി നീക്കി വെച്ചിരുന്നു. അത് എത്രത്തോളം ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഇന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പദ്ധതി വിഹിതങ്ങൾ മാറ്റിവെക്കുന്നു എന്നുള്ളതല്ലാതെ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഒരു മറുപടി എന്ന് പറയുന്നത് ശ്രീമതി ദീപ പറഞ്ഞു. കാരണം കേന്ദ്ര സർക്കാരും സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നതല്ലാതെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ചു. കാരണം UPA സർക്കാർ തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അത് ഞങ്ങളും പറയുന്നു. കാരണം UPA സർക്കാരാണ് കൊണ്ടുവന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള ആ പദ്ധതി നടപ്പിലാക്കുന്നത് നമുക്കറിയാം. പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ കീഴിലാണ് ഇവിടെ തൊഴിലുറപ്പും കുടുംബശ്രീയും എല്ലാം ഉള്ളത്. ഇവിടെ പോലും അനധികൃതമായി നിരവധി പേർ ഇതിനകത്ത് ലിസ്റ്റിലുണ്ട്. പക്ഷേ കഴിഞ്ഞ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് അനലൈസ് ചെയ്തു, ഡേറ്റ ആഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ പേർ അനധികൃതമായിട്ടുള്ള നിരവധി പേർ ഇവിടുന്ന് മാറിപ്പോവുകയും കൃത്യമായി തൊഴിൽ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള വേതനം അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന രീതിയിലേക്കുള്ള സംവിധാനം കൊണ്ടുവന്നു. ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാർ 2014 ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന നിമിഷം മുതൽ സ്ത്രീകളുടെ ശാക്തീകരണം തന്നെയാണ് ഉന്നമനം വച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് തുടക്കം ഇട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ജൻധൻ യോജന, സീറോ ബാലൻസ് അക്കൗണ്ട് ആകട്ടെ, സുകന്യ സമൃദ്ധി യോജനയാകട്ടെ, ഉജ്ജ്വല യോജനയാകട്ടെ, അതുപോലെ മുദ്രാ യോജനയാകട്ടെ, ഈ പറയുന്ന പദ്ധതികളെല്ലാം തന്നെ കൃത്യമായിട്ട് അത് നടപ്പിലാക്കി അത് ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു. കാരണം നമ്മുടെ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് 3.2 കോടി സുകന്യ സമൃദ്ധി അക്കൗണ്ടുകളിൽ ഏകദേശം 80,000 കോടി രൂപയാണ് ഇതുവരെ നിക്ഷേപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ PM മുദ്രാ യോജനയിലെ 50 കോടി അക്കൗണ്ടുകളിൽ 34.43 ഏകദേശം 62% വനിതകളാണ് മുദ്ര ലോൺ എടുത്തിട്ട് സംരംഭകരായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, ഒരു നിമിഷം, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ ഏകദേശം 2,50,000 പരം അക്കൗണ്ടുകളിൽ സ്ത്രീകൾ 1,90,000 പരം അക്കൗണ്ടുകളാണ് സ്ത്രീകൾ എടുത്തിട്ടുള്ളത്. അതായത് സ്റ്റാൻഡപ്പ് 75%. അതായത് ഈ രീതിയിലെല്ലാം തന്നെ സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത്? അവർ സംരംഭകരായിക്കൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള വരുമാനം ലഭിക്കണം. IT മേഖലയാകട്ടെ, മറ്റേത് രീതിയിലുമുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് അത് കൃത്യമായി വനിതകൾക്ക് പ്രാധാന്യം കൊണ്ടുവരണം. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞു 1 കോടി രൂപ എന്നുള്ളത് 2 കോടി രൂപയാക്കി സ്റ്റാർട്ടപ്പ് മേഖലകളിൽ മുദ്രയിലേക്ക് ഇവർക്ക് കൂടുതൽ ലോൺ എടുക്കാനുള്ള സംവിധാനം ഒരുക്കി. അപ്പോൾ സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിയാം. അത് ഒരു കാര്യം കൂടി നേരത്തെ സൂചിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള സ്ത്രീകളിൽ വരെ എത്തുമ്പോഴാണ് അവിടെ സ്ത്രീ ശാക്തീകരണം നമ്മൾ ഉറപ്പിച്ച്, അതായത് അത് 100% ആയി എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. കാരണം ഡിജിറ്റൽ ഇന്ത്യ 2015 കൊണ്ടുവന്ന് അതിനുശേഷം UPA എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ UPS ട്രാൻസാക്ഷൻ കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞു ഇത് എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത്, കാരണം ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് ഇല്ല, സ്മാർട്ട് ഫോണുകളില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ്, ഇന്ത്യ മഹാരാജ്യത്ത് നിർമ്മിച്ച UPA തന്നെയാണ് ലോകത്തെ നമ്പർ 1 ആയിട്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്നതും. നമ്മുടെ ചുറ്റുപാടും ശ്രീമതി ദീപയെ പോലുള്ളവർ നമ്മുടെ ചുറ്റുപാടും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസം അധികമില്ലാത്ത പ്രായം ഏറ്റവും കൂടിയിട്ടുള്ള തന്നെ അമ്മൂമ്മമാർ പോലും ഇന്ന് അവരുടെ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ടുകളിൽ പണം ഇടപാട്, അവരുടെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പണം ഇടപാടുകൾ നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം മാറി. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറയുന്ന സ്ത്രീ ശാക്തീകരണം. അതിന്ന് നടപ്പിലാക്കി കഴിഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടും എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഒരു സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്ന വ്യക്തികൾ പോലും അവരുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കച്ചവടത്തിന്റെ കാശ് അതിൽ കൈമാറുകയും QR കോഡുകളും GPയും ഫോൺപേയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കച്ചവടം വിപുലീകരിക്കുകയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഞങ്ങൾ പറയുന്ന ശാക്തീകരണം. അതിൽ സ്ത്രീകൾ ഉൾപ്പെടും. അവിടെ വിദ്യാഭ്യാസമില്ല, ജാതിയില്ല, മതമില്ല, അവരുടെ പ്രായമില്ല, എല്ലാവരും. ഞാൻ ഇടപെടുകയാണ്, സമയക്കുറവുണ്ട്. ഏതായാലും ആരും സഹായിച്ചില്ലെങ്കിലും മുന്നോട്ട് കുതിക്കുന്ന ആത്മവിശ്വാസമുള്ളൊരു സ്ത്രീ സമൂഹം ഇവിടെയുണ്ട്. എങ്കിലും
ഈ രാജ്യത്തെ റിസോഴ്സസിനും ഈ നാട്ടിലെ മാറ്റിവെക്കുന്ന പണത്തിനുമൊക്കെ നമുക്കും അവകാശങ്ങളുണ്ട് എന്നുകൂടി മാത്രം ഓർമ്മിപ്പിക്കുകയാണ് സർക്കാരുകളോട്. ഇനിയും പ്രഖ്യാപനങ്ങൾക്ക് കാത്തിരിക്കാതെ മുന്നോട്ട് പോകുന്ന എല്ലാ സ്ത്രീ സമൂഹത്തിൽപ്പെട്ട എല്ലാവർക്കും ആശംസകൾ നേരുന്നു.